മുസ്ലിം ലീഗ് CPM ബന്ധത്തിന്റെ പേരിൽ EK സംസ്ഥയിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാകുന്നു. സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെ നിലയ്ക്ക് നിർത്താൻ ലീഗ് അനുകൂലികൾ സംഘടന രൂപീകരിച്ചത് അതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. സമസ്ത മറ്റൊരു പിളർപ്പിലേക്കോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ നടത്തിയ വിമർശനമാണ് പുതിയ തർക്കത്തിലേക്ക് നയിച്ചത്. സമസ്ത നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ ഹക്കീം ഫൈസി അദ്രശ്ശേരിയെ തിരികെ കൊണ്ടുവരാൻ സാദിഖ് അലി തങ്ങൾ മുൻകൈയെടുത്തതാണ് ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവരുടെ എതിർപ്പിന് കാരണം. കൂടാതെ 400ഓളം മഹല്ലുകളുടെ ഖാസിമാരായി പാണക്കാട് തങ്ങൾമാർ രൂപീകരിച്ച ഖാസി ഫൗണ്ടേഷൻ സമസ്തയ്ക്ക് വെല്ലുവിളിയാണെന്നും ഒരു വിഭാഗം പറയുന്നു. ഇതിനൊക്കെയുള്ള മറുപടി എന്നോണം മലപ്പുറം എടവണ്ണപ്പാറയിൽ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഉമർ ഫൈസിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറുപടിയുമായി ലീഗ് നേതാക്കളും രംഗത്തെത്തി. സമസ്തയ്ക്കുള്ളിൽ CPM സ്ലീപ്പിംഗ് സെൽ ഉണ്ടെന്നാണ് KM ഷാജിയുടെ പ്രതികരണം. മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വഹാബി മുജാഹിദ് വിഭാഗമാണെന്ന് PMA സലാമിനെ ലക്ഷ്യം വെച്ച് ഉമർ ഫൈസി പ്രതികരിച്ചു. ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം കൈയാളുന്നതുകൊണ്ടാണ് സമസ്തയിലെ ഒരു വിഭാഗം തനിക്കെതിരെ പറയുന്നതെന്നും അവർക്ക് പിന്നിൽ CPM ആണെന്നുമായിരുന്നു PMA സലാമിന്റെ മറുപടി. ഉപതെരഞ്ഞെടുപ്പ് കാലത്തും സമസ്തയിലെ ലീഗ് ഇടത് വിഭാഗീയതകൾ പുറത്തുവന്നു. പാലക്കാട് ഡോക്ടർ P സരിന് വോട്ടഭ്യർത്ഥിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ പരസ്യം വന്നത് ലീഗ് അനുകൂലികളെ ചൊടിപ്പിച്ചു. അതിനെതിരെ ഇന്നലെ പ്രമേയവും പാസാക്കി. വിഭാഗീയത വളർത്തുന്ന പരസ്യം പ്രസിദ്ധീകരിച്ചത് പത്രത്തെ സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കിയെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തി പത്രത്തെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സംവിധാനം ഉണ്ടാക്കണമെന്നുമായിരുന്നു പ്രമേയം. സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ച മുക്കം ഉമർ ഫൈസിയെ സമസ്തയുടെ മുഴുവൻ സ്ഥാനത്തു നിന്നും നീക്കണമെന്നും പ്രമേയമുണ്ടായിരുന്നു. സമസ്തയ്ക്കകത്തെ ലീഗ് വിരുദ്ധ സ്വരം ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ മറുവിഭാഗം സംഘടന പിളർത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജനം, കോഴിക്കോട്.